Yes, ladies and gentlemen, the talk of this video is മാർക്കോ. യെസ്, മാർക്കോ ഒരു രക്ഷയില്ല. എല്ലാവരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കോ. ക്രിസ്മസ് മിക്കവാറും മാർക്കോ എടുത്തുകൊണ്ട് പോകും. മിക്കവാറും അല്ല, മാർക്കോ എടുത്തുകൊണ്ട് പോയി ഓൾറെഡി. ബാരോസിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് ബാരോസ് ഇസ് ഗോൺ ബി ലൈക്ക്, ഇറ്റ്സ് ടു ഏർലി ടു സേ, ബട്ട് എന്താ പറയുക, മാർക്കോ, ഓ മൈ ഗോഡ്, റൈഫിൾ ക്ലബിനെ വരെ വെട്ടിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് മാർക്കോ. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതൊരു അഡൾട്ട് റേറ്റഡ് കിട്ടിയ ഒരു സിനിമയാണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് വയലൻസ്. അല്ലാണ്ട് മറ്റേ സീനൊന്നുമല്ല, ടോട്ടലി വയലൻസ്. KGF വയലൻസ് ഒന്നും അല്ല ഇതിൽ. ആൻഡ് ആനിമൽ എന്ന് പറയുന്ന സിനിമയിൽ അതിലെ വയലൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആനിമൽ ഉപയോഗിച്ചിരിക്കുന്ന വയലൻസ് ഒന്നും അല്ല ഇതിൽ. മാർക്കോ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് അപ്രോച്ച്, വെരി ഡിഫറെൻറ്റ് ആൻഡ് സ്ട്രേറ്റ് ടു ദ പോയിൻറ്റ്. മറ്റേ വുഡ് കട്ടർ ഉപയോഗിക്കുന്ന മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് കൈ കാല് വെട്ടുക, ഹൃദയം ഇങ്ങനെ പറിച്ചെടുക്കുക, പൈസോ സീരീസ് പറഞ്ഞിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓ മൈ ഗോഡ്, കുട്ടികളെ കൊല്ലുന്ന സീൻ ഗൈസ്, ഓഫ്, കണ്ടിരിക്കാൻ പറ്റത്തില്ല. ക്ലൈമാക്സിൻ്റെ മുന്നോടിയായിട്ടൊരു സീനുണ്ട്, ഒരു ടോട്ടലി ഫൈറ്റ്. ഓ മൈ ഗോഡ്. ക്ലൈമാക്സിൽ വേറൊരു സീനുണ്ട്. സോ ടോട്ടലി എന്താ പറയുക, സിനിമയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ചോര കൊണ്ട് വർണ്ണിക്കേണ്ടി വരും. അതാണ് ഈ ഒരു സിനിമ. എത്ര പേർക്ക് അറിയാം, നമ്മുടെ 2019 നിവിൻ പോളി സ്റ്റാർ ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു. ഒരുപാട് ബോഡി ഷേമിങ് കിട്ടിയ അക്ലെയിം ചെയ്ത ഒരു സിനിമയുടെ പേര് അറിയാമല്ലോ, മിഖായൽ. ആ മിഖായൽ സിനിമയുടെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഈ ഒരു മാർക്കോ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും. അതിൽ നിവിൻ പോളി കൊല്ലുന്ന യുണിമുകുന്ദൻ്റെ ആ ക്യാരക്ടറിൻ്റെ പേര് മാർക്കോ ആണ്. അതേ മാർക്കോ തന്നെയാണ് ഈ മാർക്കോ. യെസ്, ഇറ്റ്സ് എ സ്പിൻ ഓഫ്. മാർക്കോ എന്ന് പറയുന്ന സിനിമ മിഖായൽ എന്ന സിനിമയുടെ ഒരു സ്പിൻ ഓഫാണ്, ലൈക്ക് പ്രീ ഇവൻറ്റ്സ് അല്ലെങ്കിൽ പ്രീക്വൽ എന്നൊക്കെ പറയാം. ബട്ട് മിഖായലുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ബിക്കോസ് ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറി. ഇത് ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. ദിസ് ലൈക്ക് എന്താ പറയുക, മാർക്കോ എന്താണെന്ന് എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ടിട്ട് മിഖായൽ കാണാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിഖായൽ ഒരു കാരണവശാലും ഇഷ്ടപ്പെടില്ല. ബിക്കോസ് മിഖായൽ എന്ന് പറയുന്ന സിനിമയിൽ മിഖായൽ മാർക്കോനെ കൊല്ലുന്നത് സിമ്പിൾ, ലൈക്ക് വളരെ സിമ്പിളാണ്. ടെറസിന് മുന്നിൽ വെച്ചിട്ട് ഇനി കത്തി കാണിക്കുന്ന ഒരു സീനുണ്ട്. സോ ദാറ്റ്സ് ടോട്ടലി അൺബിലീവബിൾ. ബട്ട് മാർക്കോ ടോട്ടലി ഡിഫറെൻറ്റ്. ചാർജ് കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടലി മൈൻഡ് ബ്ലോയിങ് ലൈഫ്. ഈ അടുത്തിടെ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലും അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മാർക്കോ ഇസ് ലൈക്ക് ടോപ്പ് ലെവൽ. ആൻഡ് എവിടെയോ ഞാൻ വായിച്ചു, ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലൻസ് സിനിമ ഈ സിനിമയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതാരാണ് എഴുതിയത്, ഇനി അത് പടച്ചു വിട്ടതാണോ എന്ന് അറിഞ്ഞൂടെ. പക്ഷേ ഒന്ന് ചിന്തിക്കുമ്പോൾ ഇതിനേക്കാളും വയലൻ്റ് ആയിട്ടൊരു സിനിമ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇതിനേക്കാളും വയലൻ്റ് ആയിട്ടുള്ള സിനിമ സീൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ബാലയ്യയുടെ പടങ്ങൾ കണ്ടായിട്ട് ഓർക്കുമല്ലോ. യെസ്, ബാലയ്യയുടെ സിനിമകളിൽ കാണിക്കുന്ന വയലൻസ് പക്ക കോമഡിയാണ്. ഈ സിനിമയിൽ കാണിക്കുന്ന വയലൻസ് പക്ക കോമഡിയാണ്. ചോരയുടെ മാമ്പാങ്കം. ആൻഡ് പോരാത്തതിന് നമ്മുടെ ലക്ഷറി കാർസായ ഡിഫൻഡർ, റേഞ്ച് റോവർ, പിന്നെ V-Wagon ഇത് വച്ചിട്ടൊരു കളി കൊള്ളാം, രസമുണ്ട് കാണാനായിട്ട്, അടിപൊളി. നമ്മുടെ അടുത്തിടങ്ങിയ ജോജു ജോർജിൻ്റെ പണി എന്ന സിനിമയിൽ ബെൻസ്, BMW ഒക്കെ കാണുമ്പോൾ നമ്മളെന്താ പറയുക, കുറച്ച് നേരം അതിൽ നിന്ന് മുഴുകി പോകും. ലൈക്ക് പടത്തിൻ്റെ സ്റ്റോറി ലൈൻ മാറ്റി ആ കക്ഷിയെ ഓടിക്കുന്ന വണ്ടികൾ കാണുന്ന സുഖമുണ്ടല്ലോ. ഈ ഒരു സിനിമയിൽ ഡിഫൻഡേഴ്സ്, G-Wagon, റേഞ്ച് റോവർ ഇത് മൂന്നാണ് മുന്നിൽ കാണിച്ചിരുന്നത്. ഒരു BMW 7 സീരീസും 5 സീരീസും വന്ന് പോകുന്നുണ്ട്, അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ബട്ട് ഡിഫൻഡറിൻ്റെ ഒരു നല്ല അസൽ അഡ്വർടൈസ്മെൻറ്റ് ഇവർ ഒപ്പിച്ച് കൂട്ടി തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടറിൽ തന്നെ ഏറ്റവും യൂട്ടേൺ അടുപ്പിക്കുന്ന ഒരു സിനിമയെ കൂടി ആയിരിക്കും മാർക്കോ. ടോട്ടലി ഡിഫറെൻറ്റ്, ലൈക്ക് ഒരു ചോക്ലേറ്റ് ബോയ് എന്ന രീതിയിൽ യൂട്ടേൺ. ഐ തിങ്ക് ഹീ ഈസ് ഗോൺ ടു ഷൈൻ ഇൻ ദിസ് ക്യാരക്ടർ. ഇനിയുള്ള സിനിമകളിൽ കക്ഷിക്ക് ഇങ്ങനത്തെ ഒരു വില്ലൻ റോൾ അല്ലെങ്കിൽ ചോര, ഇടി, വെട്ട്, കുത്ത് ഇതൊക്കെ തന്നെ ആയിരിക്കും കക്ഷിക്ക് കുറച്ചും കൂടി ആപ്റ്റ്. അതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം. ഗൈസ്, കൂടുതൽ പടത്തിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ സ്പോയിലേഴ്സ് ആയി പോകും. കാരണം ഇപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൃദയം പറപ്പിക്കുന്ന സീൻ, വൈസോ സീരീസ്, ആ സീൻസൊക്കെ അടിപൊളി. ആൻഡ് ചില സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന ചില ഫൈറ്റ് സീക്വൻസ് ഇതിലുണ്ട്. പുഷ്പ 2 ദ റൂൾ എന്ന് പറയുന്ന ആ സിനിമയിൽ ക്ലൈമാക്സിൽ കക്ഷി പുഷ്പനെ കൈയും കാലും കെട്ടിയിരുന്നതിന് ശേഷം കക്ഷി കാണിക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, പറന്നുകൊണ്ട്
വായ കൊണ്ടിങ്ങനെ കടിച്ച് കൊല്ലുന്ന സീൻ അത് ഇതിലൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ട്രോളാൻ തോന്നത്തില്ല. പുഷ്പയിൽ നമുക്ക് പുഷ്പനെ ട്രോളാൻ തോന്നും, പക്ഷേ ഇതിൽ ട്രോളാൻ തോന്നത്തില്ല. കാരണം അത്യാവശ്യത്തിന് മാത്രം കാണിച്ചിട്ട് അവിടെ എത്തി നിർത്തി, കൂടുതൽ അങ്ങോട്ട് വലിപ്പിച്ചില്ല. ആൻഡ് അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരു സീൻ ഉണ്ടായിരുന്നു, ലൈക്ക് മാർക്കൊക്കെ ഇത്രയ്ക്ക് എനർജി ഉണ്ടെങ്കിൽ പിന്നെ ഇവൻ ആ സീനിൽ എന്തുകൊണ്ട് എടുത്തില്ല. സോ അങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ വരും. ബട്ട് കംപ്ലൈൻ്റ് ആയിട്ട് തോന്നത്തില്ല, സിനിമയെ മോശമായിട്ട് നമുക്ക് തന്നെ കാണാൻ തോന്നത്തില്ല. അങ്ങനെ എന്താ പറയുക, ദാറ്റ് വാസ് വെരി മച്ച് ആപ്റ്റ്. KGF ആ ഒരു അവൻ ഉപയോഗിക്കുന്ന, റോക്കി ഉപയോഗിക്കുന്ന ആ വലിയ തോക്കുണ്ടല്ലോ, മെഷീൻ ഗൺ, അത് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കുള്ളിൽ ചോദ്യം വരും, ആ ഒരു തോക്ക് അവിടെ വരാനുള്ള യാതൊരു വക സാഹചര്യവും കാരണങ്ങളൊന്നുമില്ല. ബട്ട് ഇറ്റ് വാസ് ദെയർ. അതും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. ബട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ തോന്നില്ല. ആ സീൻ ആപ്റ്റായിട്ടുള്ളത് അത് തന്നെയായിരുന്നു ടോട്ടൽ. ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി അടിപൊളി. ആൻഡ് ആ ഒരു റോള് വേറൊരു ആക്ടറിന് കൊടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് പൃഥ്വിരാജ് അല്ലെങ്കിൽ ദുൽഖർ, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു ലെവലിൽ കക്ഷിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ടോട്ടലി ഡിഫറെൻറ്റ്. എനിക്ക് പറയാൻ അറിയില്ല, ബിക്കോസ് ഐ എം ടു യങ് ഫോർ ദാറ്റ്. ബട്ട് എന്നാലും എൻ്റെ കൊച്ചി മനസ്സിൽ തോന്നുന്നില്ല. ഐ തിങ്ക് ദിസ് വാസ് വെരി മച്ച് ആപ്പ് ഫോർ ഉണ്ണി മുകുന്ദൻ ഹിംസെൽഫ്. ആൻഡ് ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട് ഇതിനൊരു സ്പിൻ ഓഫ് ഇനി അടുത്ത ഒരു സീക്വലൊക്കെ വരും. ആ സീക്വൽ പൃഥ്വിരാജ് സുകുമാരൻ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോ കൺഫേം, ബട്ട് ആളുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു അടുത്ത സിനിമ ഇറങ്ങുകയാണെങ്കിൽ കക്ഷിനെയും കൂടിയും ഉൾപ്പെടുത്തണം എന്നുള്ളത്. സോ മിക്കായൽ എന്ന് പറഞ്ഞ സിനിമ, മിക്കായൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടതായിട്ട് ഓർമ്മ കാണും നിങ്ങൾക്ക്. പക്ഷേ ഈ സിനിമ, മാർക്കോ സിനിമ കണ്ടതിന് ശേഷം മിക്കായൽ കാണാതിരിക്കണം നല്ലത്. ബിക്കോസ് മിക്കായൽ വാസ് ടോട്ടലി ഫ്ലോം. ആൻഡ് മിക്കായൽ എന്ന സിനിമയിൽ നിവിൻ പോളിനെ അവതരിപ്പിക്കുന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു മിക്കായൽ മാർക്കോനെ കൊല്ലുന്ന, മാർക്കോ കണ്ടതിന് ശേഷം മിക്കായൽ എന്ന് പറയുന്ന ക്യാരക്ടർ മാർക്കോനെ കൊല്ലാൻ മാത്രമുള്ളതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സോ കാണാതിരിക്കുന്നതാണ് നല്ലത്. രണ്ട് സിനിമകളും തമ്മിൽ ബന്ധമൊന്നുമില്ല. ലൈക്ക് ആ ഒരു സിനിമയിലെ ക്യാരക്ടർ മാർക്കോയുടെ ഒരു പ്രീക്വൽ, ഇതിന് മുൻപ് നടക്കുന്ന മാർക്കോ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ നട്ട്ഷൽ മാർക്കോയുടെ അനിയൻ വിക്ടർ മരണപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. സോ ആ കൊലപാതകം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി മാർക്കോ ഇറ്റലിയിൽ നിന്ന് പറന്നു വരുന്നു. എൻ്റെ ശബ്ദം ചെയ്തു ഞാൻ എൻ്റെ അനിയൻ്റെ കഥ എങ്ങനെ തീർക്കും. അപ്പോൾ അതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ സിനിമയിൽ മുന്നേ ഇവിടെ നിന്നെല്ലാം കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ എക്സ്പ്ലെയിൻ ദി സിനിമ, കഥ വൈസ് പറയുകയാണെങ്കിൽ. ബട്ട് സിനിമ കണ്ട് ഇറങ്ങിയ ഒരു വ്യക്തിയുടെ അടുത്ത് പടം എന്താണ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചോരക്കളി, ഇടി വെട്ട് കുത്ത്, കുട്ടികളെ കൊണ്ട് ചെല്ലാതിരിക്കുക എന്ന് മാത്രമേ ആൾക്കാർ പറയുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണ് ഗൈസ്, രക്ഷയില്ല. ക്ലൈമാക്സിനും കൊണ്ട് വെട്ടിയിട്ട് സീനുണ്ട്, ഇടി വെട്ട് കുത്ത്, ഒരു രക്ഷയില്ല ഗൈസ്. കണ്ടിരിക്കാൻ പറ്റുമോ തോന്നില്ല. ഞാൻ കുറച്ച് സീൻസൊക്കെ കണ്ടടച്ചിട്ടായിരുന്നു കണ്ടത്, പറ്റിയില്ല. ബട്ട് ബിഗ് ഹാൻഡ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം ഫോർ ഷോയിങ് ഗട്ട്സ്. ഇതിനൊന്ന് റിയാലിറ്റിയിൽ എത്തിക്കാൻ വേണ്ടി കാണിച്ച ഇതുണ്ടല്ലോ, ആ സൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് റൈഫിൾ ക്ലബിൻ്റെ അടുത്ത മൂവി റിവ്യൂ ആയിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്.